നമ്മളെ മനസ്സിലാക്കാത്തവരോട് നമ്മൾ വാക്കുകൾ കൊണ്ട് പൊരുതിയിട്ട് ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ നമ്മളെ ന്യായീകരിച്ചിട്ടും ഒരു കാര്യവുമില്ല. ചില ആൾക്കാരുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതിലും കുറ്റം കണ്ടുപിടിക്കും. നമ്മൾ പറയാൻ പാടില്ലാത്ത വാക്കുകൾ കൊണ്ട് നമ്മൾ വേദനിപ്പിക്കും. അതിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തി, നമ്മൾ അങ്ങനെയുള്ള മനുഷ്യർ നമ്മളെ തകർക്കാൻ അല്ലെങ്കിൽ നമ്മൾ വിഷമിക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ നിങ്ങളല്ല എൻ്റെ സങ്കടത്തിൻ്റെ കാരണം എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക. ഇടവേളകളിൽ ആനന്ദകരമാക്കിക്കൊണ്ട് ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുക, ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക, ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുക, അവരെയൊക്കെ അവോയ്ഡ് ചെയ്യുക. അവരോട് സംസാരിക്കാനോ ന്യായീകരിക്കാനോ പോവാതെ മൗനം കൊണ്ട് അവരെ തോൽപ്പിച്ച് കളയുക. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നതും പാലിച്ചുകൊണ്ടിരിക്കുന്നതും കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു 100% ഇല്ലെങ്കിലും ഒരു 75% ഞാൻ മനസ്സമാധാനം അനുഭവിക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഒരു 25 അതെല്ലാ മനുഷ്യരുടെ ജീവിതത്തിലുമുള്ള സമാധാനക്കേടാണ്. നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ, നമുക്ക് മക്കളുണ്ട്, നമ്മുടെ ചുറ്റുപാടിലുള്ള ആൾക്കാർ വിഷമിക്കുമ്പോൾ, മക്കളടുത്തില്ലാതെ ആകുമ്പോഴൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നമ്മൾ എല്ലാ മനുഷ്യർക്കുമുള്ള വിഷമങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ഈ 75% എന്ന് പറയുന്ന ഹാപ്പിനെസ് ഞാൻ സ്വയം കണ്ടെത്തുന്നതാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതെല്ലാം നിർത്തിയിട്ട് നിങ്ങൾക്ക് ഞാൻ എന്താണ് എന്ന് നിങ്ങളുടെ കണ്ണിൽ തോന്നുന്നത് നിങ്ങൾ എന്നെക്കുറിച്ച് ചിന്തിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് ജീവിക്കുന്നത്. അതിൽ ഞാൻ